ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഓട്ടോകാഡ് സിവിൽ 3Dയിൽ വരച്ചിട്ടുള്ള സർവർമാർ കൊണ്ടുവന്ന ഡ്രോയിങ്സ് നമുക്ക് എങ്ങനെ ഗൂഗിൾ എർത്തിലേക്ക് ചെയ്യാമെന്ന്, എക്സ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഡ്രോയിങ് നമ്മൾ ഉഷാറായി വരച്ചിട്ടുണ്ട്, അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഡ്രോയിങ്സ് കൊണ്ടുവന്ന പോയിൻറ്റ്സുകളൊക്കെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വരച്ചിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെ പ്രൊഫൈൽ ചെയ്യാം, എങ്ങനെ പോയിൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്യാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർട്ടീസിലല്ല ഇതൊക്കെ. എന്നിട്ട് നമുക്ക് പ്രോപ്പർട്ടീസിൽ സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം, ടൂൾ സ്പേസിൽ സെറ്റിങ്സ്. എന്നിട്ട് ഇവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ നിൽക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് ഡ്രോയിങ് സെറ്റിങ്സ്. ഒന്ന് ഡ്രോയിങ് സെറ്റാക്കുക, സെറ്റിങ്സ് നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇത് നമുക്ക് ആയതുകൊണ്ട് ചെറിയ ചേഞ്ച് നമുക്ക് UTM WGS 84 സെറ്റിങ്സ് ചെയ്യാം. ഞാനിപ്പോൾ റിയാദിലാണുള്ളത്. ആ റിയാദിൻ്റെ പോയിൻറ്റ്സ്, റിയാദിൻ്റെ 39 അതും UTM WGS 84 അത് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ പോയിൻ്റ് ചെയ്യാം. റിയാദിലെ സോൺ എന്ന് പറയുന്നത്, നമുക്ക് ഓരോ ഭാഗത്തും ഓരോ സോണായിരിക്കും. ഇപ്പോൾ റിയാദിലെ സോണ് 38 ആണ്, നോർത്ത്. ഓക്കെ, അതെ, ഇത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അപ്ലൈ. ഓക്കെ, ഇത് നമുക്കിത് ഗൂഗിൾ എർത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. സ്പേസ് പോവുക, മിസ്ലാനിയസ് റിലേറ്റീവ്സ് KML, റൈറ്റ് ബട്ടൺ എക്സിക്യൂട്ടീവ്. ഓക്കെ, നെക്സ്റ്റ് അഗൈൻ നെക്സ്റ്റ് വ്യൂ. ഓക്കെ, വ്യൂ. ഓക്കെ, بعدين هذا നമുക്കത് ഗൂഗിൾ എർത്തിലേക്ക് നേരിട്ട് അപ്പോൾ നമുക്ക് ഡ്രോയിങ് സർവേ കൊണ്ടുവന്ന പോയിൻറ്റ്സുകൾ നമുക്ക് എന്തൊക്കെയാണ് സൈറ്റിലുള്ളത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യണമല്ലോ. സൈറ്റിനനുസരിച്ചാണല്ലോ നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തപോലെ തന്നെ ഇമ്പോർട്ടും ചെയ്യാവുന്നതാണ്. ഡ്രോയിങ്സ് ഇതിൽ വരച്ചിട്ടുള്ള ഡ്രോയിങ്സുകൾ നേരിട്ട് ഓട്ടോകാഡിലേക്കും ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഓട്ടോകാഡിൽ വരച്ച സംഗതി ഗൂഗിൾ എർത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ആ ഡ്രോയിങ്സ് ഇതിൽ വന്നില്ലേ, എളുപ്പമാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ പ്രൊഫൈൽ ചെയ്യാം, എങ്ങനെ പോയിൻ്റ് ഇമ്പോർട്ട് ചെയ്യാം എന്നൊക്കെ നമ്മളെ വീഡിയോസിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് പോയിൻ്റ് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ അതിൽ പോയിൻ്റ് ഇമ്പോർട്ട് ചെയ്ത് നോക്കുക. ഉഷാറായ രീതിയിൽ വന്നിട്ടുണ്ട്, അതേ സ്പേസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇൻ്റർനാഷണൽ ബെഞ്ച് മാർക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്കിത് കറക്റ്റായിട്ട് വരിക. അല്ലെങ്കിൽ ഇതിലെ റോഡിൻ്റെ സ്പേസിൽ ഇതിപ്പോൾ കറക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, പ്രൊഫൈൽ എങ്ങനെ ചെയ്യാം, ക്രോസ് സെക്ഷൻ എങ്ങനെ ചെയ്യാം, പോയിൻറ്റ്സ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം, അലൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ.